ഇന്ന് ഞാനുണ്ടല്ലോ ഒരു 3:30 ആകുമ്പോഴേക്കും പെട്ടെന്ന് ഞെട്ടി ഉണർന്നേ ഉറക്കത്തുനിന്ന്. പിന്നെ ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് കിടന്നിട്ടൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. കുറച്ച് സമയം ഫോൺ നോക്കി. അപ്പോഴത്തേനും ഫോണിലെ ചാർജും തീർന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇനി ഒന്ന് എഴുന്നേക്കാം, എന്നിട്ട് കുറച്ച് സ്ലോ ആയിട്ട് ഇന്നത്തെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വേഗം പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു. വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച ശേഷം വീണ്ടും കിച്ചണിലോട്ട് വന്നിട്ട് ഇന്നലെ കഴുകിയിട്ട് ഡ്രൈ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ അതത്തെ പ്ലേസിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനത്തെ പാത്രങ്ങൾ നിങ്ങളെ കാണിക്കാം. നല്ല രസമാണ് കേട്ടോ, ഭയങ്കര കളർഫുള്ളായിട്ട്. എൻ്റെ കയ്യിൽ ഇതൊരു 3 സെറ്റ് ഉണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ അമ്മ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് അമ്മ എപ്പോഴും പറയും കുറച്ച് കറിയാണെങ്കിലും കുറച്ച് വറവാണെങ്കിലും എടുത്ത് വെക്കാൻ പറ്റുന്ന പാത്രം എൻ്റെ അടുത്തില്ല. കാരണം ഞാൻ ഈ ഫുഡൊക്കെ കൊണ്ടുവരുന്ന കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ അതപ്പം തന്നെ കളയും. അപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ചെറുതും ഇല്ല വലുതും ഇല്ല. കുറച്ച് കറിയാണെങ്കിലും വലിയ കാസറോളിലൊക്കെ എടുത്ത് വെക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഇടിയപ്പവും വെജ് സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എത്ര സ്പീഡിൽ കാണിക്കുന്നതെന്നറിയോ, ഇതിങ്ങനെ കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര ലേഗായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കാണുന്ന ആൾക്കാർക്കും തോന്നും എന്താ ഇത്, ഒരു നമുക്കറിയാമല്ലോ ഒരു സാധനം പൊളിച്ചെടുക്കേണ്ട ടൈം അത്, പക്ഷേ ഒരു വീഡിയോയിൽ കാണിക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര ഫാസ്റ്റായിട്ട് കാണിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, മീൻസ് ഓക്കെ ആണോ അല്ലയോ എന്നുള്ള കാര്യം. അപ്പം ഞാൻ ഇതിന് ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ ബീൻസൊക്കെ ആവശ്യമുണ്ട്. ഞാൻ ഷാൻജിയോടെ നോക്കിയിട്ടാണ് എല്ലാം കുക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് ക്യാരറ്റും നമ്മുടെ പൊട്ടറ്റോ ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇടിയപ്പത്തിന് പിന്നെ പണിയില്ലല്ലോ, കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇടിയപ്പത്തിൻ്റെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടല്ലോ, അതൊന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ പിന്നെ ഞാൻ വെജിറ്റബിൾസൊക്കെ വേഗം കട്ട് ചെയ്തു. പിന്നെ ഞാനുണ്ടല്ലോ ഈ 5:30 വരെയൊക്കെ ഇങ്ങനെയൊക്കെ ഫോണൊക്കെ നോക്കി കിടന്നതായിരുന്നേ. പിന്നെ ഫോണിൻ്റെ ചാർജ് അങ്ങ് തീർന്നു. അപ്പം പിന്നെ വിചാരിച്ചു എന്തായാലും എഴുന്നേക്കാന്ന്, കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല, ഫോണും നോക്കാനില്ല, ഒരു വഴിയുമില്ല. പിന്നെ ഒത്തിരി നേരത്തെ 5 മണിക്ക് 5:30 എണീക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം എന്താ അറിയോ, എനിക്ക് ആകെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ട് ഉണ്ടാക്കാനുള്ളത്. ബാക്കി മോനാണെങ്കിലും ഉച്ചക്കത്തെ ഫുഡ് അവൻ്റെ ഡേ കെയറിൽ നിന്നാണ്, ഏട്ടനാണെങ്കിലും ഫുഡ് ആവശ്യമില്ല. അപ്പം പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഇത്രയും നേരത്തെ ഒന്ന് എഴുന്നേൽക്കണ്ടല്ലോ. അപ്പം ഞാൻ ഈ ഒരു സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഏലക്ക ഗ്രാമ്പൂ അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ അതിലോട്ട് നമ്മുടെ ഉള്ളി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. ഒന്നാമത് എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. പിന്നെ ഞാനോ മറ്റുള്ള ഒരാൾ ചെയ്യണത് കണ്ടിട്ട് ആണ് കോപ്പി അടിച്ച് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ സക്സസ് ആവുന്നതാണെങ്കിൽ ഞാൻ പറയാം, പക്ഷേ നല്ല സക്സസ് ആണ് കേട്ടോ. കാരണം ഞാൻ എപ്പോഴൊക്കെയാണോ ഷാൻജിയുടെ വീഡിയോ കണ്ടുണ്ടാക്കുന്നവർക്കറിയാം, എപ്പോഴൊക്കെയാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോഴൊക്കെ ആളുടെ ഏത് റെസിപ്പി ആണെങ്കിലും സൂപ്പറാണ് കേട്ടോ. ഈ സൈഡിൽ കാണിക്കുന്ന കുക്കർ എന്തിനാണെന്നറിയോ, അത് ഞാൻ പറയാം. എൻ്റെ കുക്കിങ്ങിൽ എനിക്ക് ഈ വേവ് ഉണ്ടല്ലോ, അത് എനിക്ക് നോക്കാൻ അത്ര അറിയില്ല. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ മിക്സ് ചെയ്തല്ലോ, അപ്പോൾ ശരിക്കും നമുക്ക് ആ കടായിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. അത് പക്ഷേ ആ വേവ് എനിക്ക് ശരിയായോ എന്ന് മനസ്സിലാവത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ പാത്രത്തിൽ നിന്ന് നേരെ കുക്കറിലോട്ട് തട്ടിയിട്ട് കുക്കറിൽ വിസിലടിച്ച് വീണ്ടും ഈ പാത്രത്തിലോട്ട് തട്ടും. അത് ഈ ഒരു കറി മാത്രമല്ല, ഒട്ടുമിക്ക ചിക്കൻ കറിയാണെങ്കിലും എല്ലാത്തിൻ്റെ പരിപാടി ഇതാണ്. പാത്രങ്ങൾ കുറേ കഴുകാനുണ്ടാവും, പക്ഷെ എന്നാലും എനിക്കതാണ് കുറച്ചുകൂടി ഈസി തോന്നാറുള്ളത്. പിന്നെ ഞാൻ എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്കാണ് തേങ്ങ പൊട്ടിക്കുക എന്നുള്ളത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങയാണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ചകരിയൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകുമല്ലോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് പൊട്ടിക്കുന്ന പോലെ തോന്നും, പക്ഷേ ഒരു 10-20 തട്ട് തട്ടുമ്പോഴാണ് എൻ്റെ തേങ്ങ പൊട്ടാറുള്ളത്. പിന്നെ എനിക്ക് തേങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനിങ്ങനെ ഈ 10-20 തട്ട് തട്ടുന്ന സമയം കൊണ്ട് എവിടെന്നെങ്കിലും പൊട്ടിയിട്ട് വെള്ളമൊക്കെ ലീക്കായിട്ട് പോവും. അപ്പോൾ എപ്പോഴും എനിക്ക് വെള്ളം കിട്ടാറില്ല. അങ്ങനെ പിന്നെ ഞാൻ ആ കൈ കൊടുക്കണേ തന്നെ ആ ഒരു ഏരിയ ഒന്ന് ജസ്റ്റ് ചകരിയായ ഏരിയ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്, കഴുകി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ചിരവ വെച്ചിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരവ എടുക്കാമെന്ന്. ഈ ഒരു ഏരിയയിൽ നിന്ന് ചിരവ നോക്കിയിട്ട് ഭയങ്കര ഒരു കുലുക്കം പോലെ, കാരണം അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് അല്ലല്ലോ. അങ്ങനെ ഞാൻ പ്ലേസ് മാറ്റിയിട്ട് ഇപ്പുറത്ത് വന്ന് നിന്നിട്ട് ചിരവ കേട്ടോ. അപ്പോൾ ഈ ചിരവ ഞാനിപ്പോൾ അടുത്തായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയതായിരുന്നു. മുന്നേ എനിക്കൊരു സ്റ്റീലിൻ്റെതായിരുന്നേ, പക്ഷെ അതുണ്ടല്ലോ പെട്ടെന്ന് തുരുമ്പിക്കണത് പോലത്തെ ഒരിത്. പക്ഷേ ഇത് ഇപ്പം നല്ലതാണ്, വുഡാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വുഡും പിന്നെ അതിൻ്റെ മുകളിൽ എന്തോ ഫ്ലൈവുഡ് അടിച്ചിട്ടുണ്ട്, അപ്പം നല്ലതാണ്. അപ്പം ഞാൻ നേരത്തെ കാണിച്ച ആ കുഞ്ഞു ഡബ്ബയില്ലേ, അതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ, നമ്മുടെ ഇടിയപ്പത്തിന് നമ്മൾ തേങ്ങ ഇടുമല്ലോ മേലെ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ കുറച്ചും കൂടെ ഒരു രസത്തിന് ഞാൻ അങ്ങനെ എടുത്തു വെച്ചതാണ്
പോയതാണ്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ, ഞാൻ ലാസ്റ്റ് എടുത്ത് മാറ്റാമെന്ന് വെച്ചാൽ എനിക്കത് ഓർമ്മയുണ്ടാവില്ല. ഞാൻ എല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് അരയ്ക്കും. അപ്പം അതിലും നല്ലത് വേഗം എടുത്ത് മാറ്റുന്നില്ല, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വീണ്ടും ചിരവേണ്ടി വരും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കുക്കറൊക്കെ അപ്പോഴേക്കും നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന സമയം കൊണ്ട് വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റ വിസിൽ, ഒന്നാണോ രണ്ടാണെന്ന് ഓർമ്മയില്ല, 1-2 വിസിലടിച്ചപ്പോൾ തന്നെ ഞാനത് ഓഫ് ചെയ്ത് വെച്ചു. അങ്ങനെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് നമ്മുടെ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഞാൻ തേങ്ങാപ്പാൽ എടുക്കാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി കുഞ്ഞു കുഞ്ഞു ക്ലീനിങ് ഉണ്ട്. പക്ഷെ മുന്നേ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ വർക്കിംഗ് ഡേയ്സിൽ അധികം അങ്ങനെ നോക്കാറില്ല. കാരണം അവസാനം ക്ലീൻ ചെയ്യും, കുറച്ചൊരു ഏരിയ പെട്ടെന്ന് ക്ലീൻ ചെയ്യുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കഷ്ണങ്ങളുടെ വേവ് നോക്കുന്നുണ്ട്. വേവ് നോക്കാനൊന്നുമില്ല, കുക്കറിൽ വേവ് ആയതുകൊണ്ട് ഞാൻ അതിൽ സക്സസ് ആവുമെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ നോക്കി സെറ്റായിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നതായിരുന്നേ. അപ്പോഴത്തേനും ഞാൻ പിന്നെ നമ്മുടെ മിക്സി എടുത്തിട്ട് വന്നു. നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണമല്ലോ. ഞാൻ പൊതുവേ മിക്സിയൊക്കെ നമുക്കിവിടെ സൈഡിൽ ഷെൽഫുണ്ട്, അപ്പോൾ ആ ഷെൽഫിലാണ് വെക്കാറുള്ളത്. കാരണം എനിക്ക് ഈ കൗണ്ടർ ടോപ്പിൽ ഒത്തിരി അധികം സാധനങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് ഇഷ്ടമല്ല. കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എനിക്ക് മിനിമലായിട്ടുള്ള സാധനങ്ങളാണ് ഇഷ്ടം. പിന്നെ ഈ ഡെക്കറേറ്റീവ് സാധനങ്ങൾ, മണി പ്ലാന്റ്, ഓയിലിൻ്റെ ഭംഗിയുള്ള ബോട്ടിൽസ്, പിന്നെ ഭരണികൾ, അതൊക്കെ ഇഷ്ടമാണ്. അല്ലാണ്ട് എനിക്ക് കൂടുതൽ സാധനങ്ങൾ വെക്കുന്ന ഇഷ്ടമല്ല. എന്ന് പറഞ്ഞിട്ട് മിക്സിയൊന്നും വെക്കുന്ന ഇഷ്ടമല്ല എന്നല്ല, പക്ഷേ നമുക്ക് ഒന്നാമത് ഇവിടെ നമ്മൾ ഈ ഫ്ലാറ്റിൽ സ്പേസ് കുറവാണല്ലോ, കിച്ചണിൽ വലിയ സ്പേസ് ഇല്ലല്ലോ. അപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം, ഒരു സൈഡിൽ നമ്മുടെ അക്വാഗാർഡ്, പിന്നെ കഴുകി വയ്ക്കുന്ന പാത്രം, ഇപ്പുറത്തെ സൈഡിൽ അത് വെക്കുകയാണെങ്കിൽ, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചപ്പാത്തിയൊക്കെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഈ മിക്സിയൊക്കെ അവിടെ വെക്കുകയാണെങ്കിൽ ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഉള്ള ആട്ടപ്പൊടിയും ഇതൊക്കെ അതിലേക്ക് വന്ന് തരിക്കും. അപ്പോൾ പിന്നെ സ്പേസും കുറവായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും നമുക്ക് ആ കബോർഡിൽ സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ വെച്ചാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ പിന്നെ തേങ്ങാപ്പാലൊക്കെ എടുത്ത് ഒന്നാം പാലും രണ്ടാം പാലൊക്കെ ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ കൂട്ടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തു. പിന്നെന്തോ തിളപ്പിക്കാൻ പാടില്ലല്ലോ, കാരണം അതെന്തോ പിരിഞ്ഞു പോകത്തില്ലേ. അങ്ങനെ പിന്നെ ഞാൻ നമ്മുടെ ഇടിയപ്പം മിക്സ് ഇടിയപ്പം ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം പൊട്ടിച്ചിട്ട് ഇതുപോലെ നമ്മുടെ പാത്രത്തിൽ ഉപ്പിട്ടിട്ട് വെള്ളം വെച്ചിട്ട് അതിലോട്ട് ഇട്ട് ഇങ്ങനെ മറിച്ചിട്ടു കേട്ടോ. ഈ ഒരു സംഭവമില്ലേ, ഈ ഒരു സ്പാച്ചുല, ഇത് അടിപൊളിയാണ് കേട്ടോ. നേരത്തെ വേറൊരു സ്പാച്ചുല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അടിപൊളിയാണ് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങ വെച്ചത്. അപ്പോൾ ഒരു കുറച്ചും കൂടി ഒരു രസം ഉണ്ടാവില്ലേ. കറി കാണാൻ അത്ര കളറൊന്നുമില്ല, പിന്നെ സ്റ്റൂവിൻ്റെ കളർ അതാണല്ലോ, എങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ കറി. അങ്ങനെ പിന്നെ എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ സ്ഥിരം ബ്ലിങ്കിറ്റ് ഇന്നും ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു. ആ ഓർഡർ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാനൊരു ഐസ്ക്രീം വാങ്ങി. കാരണം മോനില്ലല്ലോ, അവന് പനിയൊക്കെ വന്നതല്ലേ. അപ്പോൾ പിന്നെ അവനില്ലാത്ത തക്കത്തിൽ ഞാൻ വാങ്ങി. എപ്പോഴും ഉള്ളതുപോലെ മേരി ഗോൾഡും നമ്മുടെ ഫ്ലവറും നമ്മുടെ പാലും തൈരൊക്കെ ഇപ്രാവശ്യം ഉണ്ട്. ഇത് ഡേറ്റ് സിറപ്പാണ്. ഡേറ്റ് സിറപ്പ് ഞാൻ മോന് മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു, അന്നേരത്തൊന്നും അവൻ കഴിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പിസ്ത, നമ്മുടെ റംബൂട്ടാൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വാങ്ങിയത്. സത്യത്തിൽ ചിലപ്പോൾ പാലൊക്കെ വാങ്ങാനുണ്ടാവും, പക്ഷേ എന്തായാലും ഡെലിവറി ചാർജ് കൊടുക്കേണ്ടതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ സാധനങ്ങൾ കയറ്റിയിടും കേട്ടോ. അപ്പോഴത്തേനും ഞാൻ വീടൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അർബൻ ഗ്ലാപ്പിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റൻറ്റ് ഹെൽപ്പ്. അപ്പോൾ അവർ വന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഫാനൊക്കെ തുടച്ചിട്ട് അതിൻ്റെ പൊടികളൊക്കെയാണ് കൂടുതലും. ഞാൻ എന്നും തുടച്ച് വൃത്തിയാക്കുമെങ്കിലും ഇവിടെ ഇവർ വന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ഒത്തിരി പൊടികൾ കിട്ടാറുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് എൻ്റെ ഇന്നത്തെ രാവിലെ.